നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഫേസ് സിറം ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് സിറം തിരഞ്ഞെടുക്കണം? തിരഞ്ഞെടുത്താൽ തന്നെ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. ചർമ്മത്തിനെ ആകർഷകമായി നിലനിർത്താൻ വേണ്ടി മാത്രമല്ല സിറം ഉപയോഗിക്കേണ്ടത്. ഓരോ സിറവും ഓരോ ചർമ്മ പ്രശ്നങ്ങളെ നേരിടും വിധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം സിറം സെലക്ട് ചെയ്യാനായിട്ട്. എല്ലാവരും ഉപയോഗിക്കുന്ന സിറം ചിലപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് ചേരണമെന്നില്ല. ഒരു പക്ഷേ ചർമ്മത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ സിറം യൂസ് ചെയ്യേണ്ട ആവശ്യവും ഇല്ലായിരിക്കും. ചർമ്മത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ മാറാനാണെങ്കിൽ ഫേസ് സിറം ഒരു സ്കിൻ കെയർ ദിനചര്യയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സിറം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഏത് സിറവും ചർമ്മം ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ പുരട്ടുന്നതിന് മുമ്പായിട്ട് വേണം സിറം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. ഏത് സിറമാണെങ്കിലും ആദ്യം തന്നെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പുരട്ടരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സിറം എന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൽ ആദ്യമായി ഉൾപ്പെടുത്തി തുടങ്ങുമ്പോൾ 2 ആഴ്ചയിൽ ഒരു തവണ മാത്രം ആദ്യം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 10 ദിവസത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ യൂസ് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം ആഴ്ചയിൽ ഒരിക്കൽ എന്നതിലേക്ക് മാറ്റാം. ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സിറം യൂസ് ചെയ്യാം. പിന്നീട് പതിയെ ആഴ്ചയിൽ 3-4 തവണയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ പതിയെ വേണം സിറം യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. എല്ലാ ദിവസവും ഉപയോഗിച്ചില്ലെങ്കിലും ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഹൈലറോണിക് ആസിഡ് അടങ്ങിയ സിറം ആണെങ്കിൽ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താൻ ഇത് സഹായിക്കും. ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയിലാണ് താമസിക്കുന്നതെങ്കിൽ ചർമ്മം വൃത്തിയാക്കിയ ശേഷം ഹൈലറോണിക് ആസിഡ് നേരിട്ട് പുരട്ടാവുന്നതാണ്. അതല്ലെങ്കിൽ മുഖത്ത് വെള്ളമോ മറ്റേതെങ്കിലും ഫേസ് മിസ്റ്റോ സ്പ്രേ ചെയ്തതിന് ശേഷം ഹൈലറോണിക് ആസിഡ് പുരട്ടാവുന്നതാണ്. അതായത് വരണ്ട കാലാവസ്ഥയാണെങ്കിൽ ഒരല്പം നനവുള്ള ചർമ്മത്തിൽ ഹൈലറോണിക് ആസിഡ് പുരട്ടുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ പുരട്ടുക. മറ്റൊന്നാണ് സാലിസിലിക് ആസിഡ് അടങ്ങിയ സിറം. ചർമ്മത്തിൽ സുഷിരങ്ങൾ ധാരാളമായിട്ടുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയ സിറം തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ മുഖക്കുരു ധാരാളം ഉള്ളവരിലും സാലിസിലിക് ആസിഡ് അടങ്ങിയ സിറം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. രാവിലെയോ രാത്രിയോ ഇത് പുരട്ടാവുന്നതാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ആഴ്ചയിൽ 3-4 തവണ ഉപയോഗിച്ചാൽ മാത്രം മതി. എണ്ണമയം കൂടുതലുള്ള ചർമ്മമാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രിയായി എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 2 നേരം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു നേരം ഉപയോഗിക്കുക. കാരണം ഇത് ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അധികമായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് സ്കിന്നിന് കേടുപാടുകൾ വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, സ്കിൻ ഒരുപാട് സെൻസിറ്റീവ് ആണെങ്കിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയ സിറം യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസും കൂടുതലാണ്. മറ്റൊന്നാണ് വൈറ്റമിൻ സി അടങ്ങിയ സിറം. അപകടകരമായ UV റേസിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കൊളാജൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിനും ചർമ്മത്തിന് കൂടുതൽ ഗ്ലോ നൽകുന്നതിനും വളരെ നല്ലതാണ് വൈറ്റമിൻ സി സിറം. രാവിലെയാണ് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നത് നല്ലത്. വൈറ്റമിൻ സി എന്നത് വളരെ ശക്തമായ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ചേർന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ സ്കിന്നിന് അലർജി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി സിറം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അടങ്ങിയ മറ്റ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മറ്റൊന്നാണ് നിയാസിനമൈഡ് അടങ്ങിയ സിറം. പല ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിയാസിനമൈഡ്. പിഗ്മെൻറ്റേഷൻ അകറ്റാൻ വളരെ നല്ലതാണ്. അതുപോലെ ചർമ്മത്തിലെ സുഷിരങ്ങൾ നീക്കം ചെയ്യാനും അമിതമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ സ്കിന്നിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും ഒക്കെ നല്ലതാണ് നിയാസിനമൈഡ് അടങ്ങിയ സിറം പുരട്ടുന്നത്. മാത്രമല്ല, സ്കിന്നിന് നല്ലൊരു ഗ്ലോ ലഭിക്കാൻ നിയാസിനമൈഡ് പുരട്ടുന്നത് നല്ലതാണ്. ഇത് രാവിലെയോ രാത്രിയിലോ ഏതെങ്കിലും ഒരു നേരം പുരട്ടാവുന്നതാണ്. പക്ഷേ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിയാസിനമൈഡ് അടങ്ങിയ സിറം പുരട്ടുമ്പോൾ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നിയാസിനമൈഡ് സിറത്തിൽ സിങ്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈനെസ് കൂടും. ഹൈലറോണിക് ആസിഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ചേർന്ന നിയാസിനമൈഡ് ഉപയോഗിക്കുന്നതാണ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ലത്. മറ്റൊന്നാണ് റെറ്റിനോൾ അടങ്ങിയ സിറം. ശരിയായ വിധം ഉപയോഗിച്ചാൽ മുഖക്കുരു കുറയ്ക്കാനും പാടുകൾ മായ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് റെറ്റിനോൾ അടങ്ങിയ സിറം. ചർമ്മത്തിന് പ്രായമാകുന്നത് തടയാനും റെറ്റിനോൾ ഉപയോഗം തന്നെയാണ് നല്ലത്. റെറ്റിനോൾ പുരട്ടിയ ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ പുരട്ടാനും മറക്കരുത്. രാത്രിയാണ് ഈ ഒരു സിറം പുരട്ടുന്നത് കൂടുതൽ നല്ലത്. തുടക്കത്തിൽ ആഴ്ചയിൽ 1 തവണ എന്ന രീതിയിൽ ഉപയോഗിക്കുക. പതിയെ റെറ്റിനോൾ സിറം ചർമ്മവുമായിട്ട് പൊരുത്തപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 എന്നുള്ളത് മാറ്റി ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്.
എപ്പോഴും കെമിക്കൽ അടങ്ങിയ സിറം യൂസ് ചെയ്യുന്നതിൽ നല്ലത് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സിറം ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷേ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് സിറം ഉണ്ടാക്കാൻ ടൈം ഇല്ലാത്തവർക്ക് മേൽപ്പറഞ്ഞ ഈ സിറംസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.